മർമ്മം എന്നുള്ള വാക്കിനെ തന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിന് ഒരേ സമയത്ത് രണ്ട് മീനിങ്സ് ഉണ്ട്. അതായത് മർമ്മം എന്ന് പറയുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഭാഗം, വൈറ്റൽ ആയിട്ടുള്ളൊരു പോയിന്റ് എന്നും വളരെ സുപ്രധാനമായിട്ടുള്ള ഭാഗം എന്നൊരു അർത്ഥമുണ്ടല്ലോ മർമ്മം എന്നുള്ള വാക്കിൽ. രണ്ട്, ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും വീക്ക് പോയിന്റ് എന്നും മർമ്മം എന്ന് പറയാം അല്ലെ. മർമ്മം അറിയുക, നമ്മൾ ഒരുപാട് പഴഞ്ചൊല്ലുകളിൽ മർമ്മം ഉപയോഗിച്ച് കാണുന്നുണ്ട്. അപ്പൊ ആ വീക്ക് പോയിന്റുമാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പോയിന്റുമാണ് എന്നാണ് ആ വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ 108 പ്രഷർ പോയിന്റ്സ് ആണ് ഉള്ളത്. പടുവർമ്മങ്ങളായും തൊടുവർമ്മങ്ങളായും തട്ടുവർമ്മങ്ങളായിട്ടും മേദീണ്ടക്കാലമായിട്ടും ഒക്കെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. 108 മർമ്മ പോയിന്റ്സ്. അപ്പൊ ഈ മർമ്മ പോയിന്റ്സ് എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് മോഡേൺ സയൻസ് എപ്പോഴും പറയാത്തതും എന്നാൽ നമുക്ക് എക്സ്പീരിയൻഷ്യൽ ലേണിംഗിൽ അറിയാവുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് ലൈഫ് ഫോഴ്സ്, ജീവശക്തി അല്ലെങ്കിൽ പ്രാണ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ആക്ഷനും ആക്ടിവിറ്റീസും പ്രാണശക്തിയിൽ അല്ലെങ്കിൽ ലൈഫ് ഫോഴ്സിൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്നു. അപ്പൊ ആ ലൈഫ് ഫോഴ്സ് പാൽപിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ മർമ്മം എന്ന് പറയുന്നത്. അപ്പോ അത് ഒരുപക്ഷെ അതിന്റെ നോളജ്, ഇപ്പൊ ഞാനിപ്പോ ഈ മർമ്മ കണ്ണാടി എന്ന് പറയുന്ന അഗസ്ത്യരുടെ 500 പാടലുകൾ 2 വർഷം എടുത്ത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ആനുവൽ മീറ്റിംഗിൽ വെച്ച് റിലീസ് ചെയ്തു. അപ്പൊ ഈ ഋഷീസ്, സിദ്ധാസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരു കാലത്തെ ഡീപ് സയൻസ് പഠിച്ചിരുന്ന അന്വേഷികളായിരുന്നു അല്ലെങ്കിൽ സയന്റിസ്റ്റുകളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും.